ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് മൊറോക്കോ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ മൊറോക്കോ നടത്തിയിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ അവരുടെ ഗോൾ കീപ്പറായ യാസിൻ ബോനോ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. കിലിയൻ എംബപ്പയുടെ ഒരു പെനാൽറ്റി തടയാൻ ബോനോക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മത്സരത്തിന് ശേഷം അർജന്റീനയെക്കുറിച്ചും മെസ്സിയെക്കുറിച്ചും ബോനോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. മെസ്സിക്കും അർജന്റീനക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഹൃദയം നൽകിക്കൊണ്ട് അർജന്റീൻ താരങ്ങൾ കളിക്കുന്നു. അവരുടെ സ്പിരിറ്റ് എടുത്തു പറയേണ്ടതാണ്. ഈ പ്രായത്തിലും മെസ്സി അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നൊക്കെയാണ് യാസിൻ ബോനോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ മെസ്സിയെയും അർജന്റീന ദേശീയ ടീമിനെയും അഭിനന്ദിക്കുന്നു. എൻ്റെ ചില സുഹൃത്തുക്കൾ അർജന്റീന ടീമിലുണ്ട്. ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൃദയം നൽകിക്കൊണ്ടാണ് അർജന്റീന താരങ്ങൾ കളിക്കുന്നത്. നല്ല സ്പിരിറ്റോടു കൂടി അവർ കളിക്കുന്നു. അത് എപ്പോഴും അവരുടെ ഒരു സവിശേഷതയാണ്. കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി കാണിച്ച ആ മെന്റാലിറ്റി അത് വളരെയധികം മതിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പെനാൽറ്റി പാഴാക്കിയതിനു ശേഷം മെസ്സി ശക്തമായി തിരിച്ചു വന്നു. ടീമിനെ മുഴുവനും അദ്ദേഹം തൻ്റെ ചുമലിലേറ്റി. നമുക്കിപ്പോൾ വ്യത്യസ്തനായ ഒരു മെസ്സിയെയാണ് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഫ്രീ ആണ്. ഒരു വ്യത്യസ്ത എനർജി നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും. മെസ്സി എത്രത്തോളം മഹത്തായ താരമാണ് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്. ഈ പ്രായത്തിലും മെസ്സിയെ കാണാൻ കഴിയുന്നു, അദ്ദേഹത്തെ ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രിവിലേജ് തന്നെയാണ്. ഇപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള താരമാണ് മെസ്സി എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് യാസിൻ ബോനോ പറഞ്ഞിട്ടുള്ളത്. മെസ്സിയെയും അർജന്റീനയെയും പ്രശംസിക്കുകയാണ്, പുകഴ്ത്തുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അസാധാരണമായ പ്രകടനമാണ് മെസ്സി ഈ വേൾഡ് കപ്പിൽ നടത്തുന്നത്. 8 ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 39 വയസ്സുള്ള ഒരു താരത്തിന്റെ പ്രകടനമാണ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. കൂടാതെ അർജന്റീനയുടെ ചാമ്പ്യൻ മെന്റാലിറ്റിക്ക് വലിയ പ്രശംസയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന സെക്കൻഡ് വരെ പോരാടുന്ന അർജന്റീന ഇത്തവണയും കിരീടം നേടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ പലരും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.